ഞാനുണ്ട്, അമ്മ ഉണ്ട്, ചേച്ചിയുണ്ട്. അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാനൊന്നും പറയുന്നില്ല, കാരണം ഇന്ന് എനിക്ക് തന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനൊന്നും പറയുന്നില്ല. നമുക്ക് മുന്നോട്ട് തന്നെ നോക്കാം ഇങ്ങനെ പോകുന്നത്. എനിക്ക് അമ്മ വാണി അതുകൊണ്ട് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നും നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയിലെ മമ്മീനെ പുട്ടുപൊടി ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ എന്താണ് ഷൂട്ട്, അതിന്റെ ഷൂട്ടും ഞാൻ ചെയ്തില്ല. കാരണം ഇമ്മാരും മടിയെന്ന് പറഞ്ഞാൽ ഇന്ന കഴിഞ്ഞിട്ടേ ആളുള്ളൂ. എടുക്കണം എന്ന് ഞാൻ രാവിലെ തലേന്ന് നമ്മൾ വിചാരിക്കും, നാളെ തൊട്ട് ജിമ്മിൽ പോകണം, വീഡിയോ എടുക്കണം, ഒക്കെ ചെയ്യണം. അതിങ്ങനെ പവറാക്കിയിട്ട് ഇടിച്ചിട്ട് സെറ്റാട്ടെ ഉറങ്ങി കഴിഞ്ഞ് പിറ്റേന്ന് ഇരിക്കുമ്പോൾ ഇന്നത്തെ പരിപാടി ആ മൂടാണ്. അപ്പം അത് മാറ്റാനുള്ള ഞാൻ ഇന്നത്തെ അപ്പം അതുകൊണ്ട് ഞാൻ മാറാന്ന് വിചാരിച്ചു. മാറിക്കൊണ്ടാൻ ഇപ്പൊ മാറിയില്ല, പിന്നെ എപ്പ മാറാനാ അല്ലേ? പിന്നെ എന്ത് ചെയ്യാനാ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ഷൂട്ടിലേക്ക് പോവാം. അപ്പം ചിലപ്പം നമ്മളെ ലാൻഡ്സ്കേപ്പ് ആയി, ചിലപ്പോൾ പോർട്രേറ്റ് ആയിട്ട്, ഒന്നും പറയാൻ പറ്റില്ല. വഴിയെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി ആഡ് ഷൂട്ടിലേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ അല്ലേ? അല്ലല്ലേ പിന്നെ ഒരു കാര്യം പറയട്ടെ, പുട്ട് കഴിച്ചു മടുത്തില്ലേ? പുട്ട് കഴിച്ചുകൊണ്ട് ആരോഗ്യം നിലനിർത്താനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അതിനുള്ളൊരു 3 പ്രൊഡക്ട്സ് നമുക്ക് കണ്ടാലോ? അപ്പൊ ഇതാന്ന് പറയണല്ലേ? ഈ 3 പ്രൊഡക്ട്സ് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ബാക്കി എന്തിനു പറയണ്ടേ? എല്ലാരും ഓർഡർ ചെയ്യാനൊന്നുമല്ല, അത് ഇതാണ് 3. അപ്പൊ ഇത് സെക്കൻഡ് സാധനമാണ്. എന്താ എടുക്കുന്ന വെച്ചാല്, നമ്മുടെ ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ? പേജിന്റെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടാവും അല്ലേ? ജസ്റ്റ് സെക്കൻഡ് ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എന്താ വെച്ചാൽ പുട്ട് മേക്കിംഗ് വീഡിയോ ആണ്. അപ്പം എന്താ ചേച്ചിയെ തുടങ്ങല്ലേ? ചേച്ചി അവിടെ ക്യാമറ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഏച്ചിൻ്റെ വീഡിയോന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമ്മളെ മേക്കിംഗ് സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസാണ്. നമ്മളെ പുട്ടുപൊടി എങ്ങനെയാണ് ഉണ്ടാക്കുകയൊക്കെ അറിയാനുള്ളതിൻ്റെ വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്, മേക്കിംഗ് വീഡിയോ. ഓക്കെ ഗൈസ്, ഞാൻ സെറ്റപ്പ് കാണിച്ചു തരാം. അവിടെ നമ്മൾ ഗ്യാസ് എത്തിച്ചിട്ടുണ്ട്. പിന്നെ അതാ പുട്ടുംകുറ്റി. ഇത് വീഡിയോ ടൈറ്റ് ഞാൻ മേടിച്ചതാട്ടോ, ഈ പുട്ടുംകുറ്റി. പിന്നെ നമ്മളെ കുക്കർ, പാത്രം, നമ്മളെ മെയിൻ ഐറ്റംസ് അല്ല നമ്മൾ പ്രൊഡക്ട്സ്. 3 പുട്ടുപൊടി, പിന്നെ തേങ്ങ. പിന്നെ ഇത് ഏച്ചി അളവ് എടുക്കാനാണെന്നാണ് തോന്നുന്നത് കേട്ടോ. മഡ് പിന്നെ നോക്കണ്ട. വെള്ളം നമുക്ക് പുട്ടിന് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാനാണ്. പക്ഷേ ഇതിലാദ്യം ചേച്ചി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി ഇനി ചേച്ചി ക്യാമറ അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ എടുക്കാം. ഇതാണ് പിന്നാമ്പുറ ചേച്ചേ, ഒരു വീഡിയോ ഷൂട്ട് എടുത്തതിൻ്റെ പിന്നാമ്പുറ കഴിച്ച. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്താ നമ്മൾ പച്ച ഷീറ്റായിട്ട് വിരിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് ഇനി വീഡിയോ എടുക്കാം. ഇനി ബാക്ക്ഗ്രൗണ്ടിൽ കൂടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുണ്ട്, നോക്കാൻ പറ്റും. ഒരു ഗ്യാസിന്റെ മേലെ പണി എടുക്കുമ്പോൾ ആദ്യം എന്താ വേണ്ടത്? കത്രിക വേണം. കത്രിക വേണ്ട, അത് കട്ട് ചെയ്താൽ മതി. എന്താ വേണ്ടത്? ഗ്യാസ് കത്തിക്കാൻ ലൈറ്റർ വേണ്ടേ? വെള്ളം വരെ എടുത്ത് വെച്ച് ഗ്യാസ് എടുത്ത് ലൈറ്റർ എടുത്ത് വെച്ചില്ല. ഇനി ഞാൻ പോയി എടുത്തിട്ട് വരാം, എന്നിട്ട് വേണം വീഡിയോ എടുക്കാൻ. ഇവിടെ ചീട്ടൂടൊക്കെ തുടങ്ങി. ഒരു അവസാന ടേക്ക് ഓഫ് പറയേ, 10ാമത്തെ ടേക്ക് ഓഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുക. അമ്മ ഒന്ന് പറയും, ആ ക്യാപ്ഷൻ എന്താണെന്ന് പറയുമ്പോൾ ക്യാപ്ഷൻ പറയും. എന്താണ്? വെറൈറ്റി പുട്ടുപൊടികളുടെ ഒരു മായാലോകം സൃഷ്ടിക്കാം. വെറൈറ്റി പുട്ടുപൊടികളുടെ മായാലോകം സൃഷ്ടിക്കാം. ഓക്കെ, വെറൈറ്റി പുട്ടുപൊടി ശരിയായി കഴിഞ്ഞാൽ ഞങ്ങൾ വരാം. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ബൈ ബൈ പറയും വ്ളോഗിൽ. ഓക്കെ, ഹേ ഗൈസ്, അപ്പം നമ്മളെ പ്രൊഡക്ഷൻ്റെ വീഡിയോ ഒക്കെ കഴിഞ്ഞ് സെറ്റായി. നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് അടിപൊളി പുട്ടാണ് ഗൈസ് ഞങ്ങളത്. എന്താ ചെയ്യാൻ, സ്വന്തം ഉണ്ടാക്കുന്ന സ്വന്തം പറയാനല്ലേ പറ്റുള്ളൂ. ചേച്ചിയെ വെറുതെ പറയല്ല, അറിയാം. അപ്പം ഞങ്ങൾ 2 ദിവസത്തെ കഷ്ടപ്പാടാണ് ഒരു വ്ളോഗാക്കി ഇടുന്നത്. കാരണം എൻ്റെ ചേച്ചി എനിക്ക് 11 മണി വിട്ടിട്ട്
2:30 വരെ കിട്ടുള്ളൂ. അതിനുശേഷം എൻ്റെ ചേച്ചി ആവിയായി പോകും. കാരണം ഈ ചേച്ചിയുടെ വീട്ടിൽ പോവും. ചെറുതൊരു കൂട്ടാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒന്ന് പുറത്ത് പോവുകയാണ്. ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് പെടപെടേന്ന് തിരക്കുണ്ട്. വേഗം പോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം കേട്ടോ. ഓക്കെ, ബൈ.